അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 29-ാം സങ്കീർത്തനം 10-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. പാപികളെ സ്നേഹിക്കുന്നവനാണ് ദൈവം, എന്നാൽ പാപത്തെ സ്നേഹിക്കുവാൻ ദൈവം ഒരിക്കലും തയ്യാറാവുകയില്ല. തന്നെയുമല്ല, ദൈവം പാപത്തെ വെറുക്കുന്നു. നോഹയുടെ കാലത്ത് ദൈവം വരുത്തിയ ജലപ്രളയത്തെക്കുറിച്ചാണ് 29-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ തലമുറയിൽ നോഹയെ മാത്രമാണ് നീതിമാനായി ദൈവം കണ്ടത്. വരുവാൻ പോകുന്ന ജലപ്രളയത്തെക്കുറിച്ച് നോഹ അന്നുണ്ടായിരുന്ന ജനത്തോട് പ്രസംഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ബൈബിൾ വാക്യങ്ങളുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിച്ചു. ഈ വാക്യത്തിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം പാപത്തിനെതിരെ വരുത്തുവാൻ തീരുമാനിച്ചിരുന്ന ന്യായവിധിയുടെ പ്രളയത്തെക്കുറിച്ച് നോഹയെ അറിയിച്ചത് അതുപോലെ തന്നെ നോഹ അന്നുണ്ടായിരുന്ന പാപികളായ മനുഷ്യരോട് അറിയിച്ചിട്ടുണ്ട്. ദൈവം ആകാശത്തു നിന്ന് മഴ പെയ്യിച്ച് ഭൂമിയിൽ ജലപ്രളയം വരുത്തും എന്നായിരുന്നുവല്ലോ നോഹ ജനത്തോട് പറഞ്ഞിട്ടുള്ളത്. ജനത്തിനത് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയായി നനച്ചു വന്നു. നാം കേട്ട വാക്യങ്ങളുടെ വെളിച്ചത്തിൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ വിശ്വസിക്കും? ജനം വിശ്വസിച്ചില്ലെങ്കിലും പാപം ചെയ്യുന്ന പ്രവൃത്തി നിർത്തിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന അന്നത്തെ ജനത്തിന് ന്യായം വിധിക്കുന്ന ദൈവത്തെ ആദരിക്കുവാനോ ആരാധിക്കുവാനോ അനുസരിക്കുവാനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ പാപപ്രവൃത്തികൾ അവർ തുടർന്നു. ദൈവം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. സകല പാപികളെയും ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റും എന്നതായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം. എന്നാൽ ജനത്തിന് മതിയായ അവസരങ്ങൾ മാനസാന്തരപ്പെടുവാൻ ദൈവം കൊടുത്തിട്ടും വീണ്ടും ജനം മ്ലേച്ഛതകളിലും ഭൂതങ്ങളെ ആരാധിക്കുന്നതിലും തൽപരരായി മുന്നോട്ട് പോയതിനാൽ ദൈവം ഭൂമിയിലെ സകല മനുഷ്യരെയും നശിപ്പിക്കുവാൻ തീരുമാനിച്ച് നോഹയോടൊരു പെട്ടകം പണിയുവാൻ കൽപ്പിക്കുകയും നോഹയും അവൻ്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും ദൈവം അനുവദിച്ച ജീവജാലങ്ങളും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം താൻ ഉണ്ടാക്കിയ പെട്ടകത്തിൽ കയറുകയും ചെയ്തു. നോഹ പെട്ടകത്തിൽ കയറി 7 ദിവസം കഴിഞ്ഞ് ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. 40 ദിവസം ഭൂമിയിൽ ശക്തമായ മഴ പെയ്തു. ആഴിയുടെ ആഴങ്ങൾ തുറന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 ദിവസം ഭൂമിയിൽ മഴ പെയ്തപ്പോൾ 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിൻ്റെ മുകളിൽ 15 മുഴം വെള്ളം പൊങ്ങി. മൗണ്ട് എവറസ്റ്റാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിൻ്റെ ഉയരം 8848 മീറ്ററാണ്. അതിൻ്റെ മുകളിൽ 15 മുഴം വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം 25 അടിയാണ് 15 മുഴം. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ നിന്നും ഏകദേശം 8855 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം പൊങ്ങി എന്ന് വേണം കരുതുവാൻ. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 150 ദിവസം കൊണ്ട് 8855 മീറ്റർ ഉയരം വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഉദ്ദേശം 59 മീറ്റർ വെള്ളം ഒറ്റ ദിവസം കൊണ്ടാണ് പൊങ്ങിക്കൊണ്ടിരുന്നത്. ദൈവം കരുണ കാണിച്ചതുകൊണ്ട് ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും ദൈവം അടച്ചു. മഴ പെയ്യുന്നത് നിർത്തിച്ചു. അനേകം മാസങ്ങൾ നോഹ പെട്ടകത്തിൽ തന്നെ ഇരുന്നു. പെട്ടകത്തിലുള്ള മൃഗങ്ങളുടെ കരച്ചിലും പക്ഷികളുടെ ശബ്ദങ്ങളും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സംഭാഷണങ്ങളും മാത്രമേ താൻ കേട്ടിരുന്നുള്ളൂ. പെട്ടകത്തിൻ്റെ കിളിവാതിൽ അടച്ച് ദൈവം സ്ഥലം വിട്ടു എന്ന് ഒരു പക്ഷേ നോഹ ചിന്തിച്ചു കാണും. ആകാശമുട്ട വെള്ളത്തിൽ ലക്ഷ്യമില്ലാതെ നോഹയുടെ പെട്ടകം ഒഴുകി നടക്കുകയാണ്. നോഹയുടെ 600-ാം വയസ്സിൽ 2-ാം മാസം 17-ാം തീയതി ജലപ്രളയം തുടങ്ങിയെന്ന് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നോഹയുടെ 600-ാം വയസ്സ് 2-ാം മാസം 10-ാം തീയതി നോഹ പെട്ടകത്തിൽ കയറിയിട്ടുണ്ട്.
കാരണം നോഹ പെട്ടകത്തിൽ കയറി 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ തുടങ്ങിയത്. 600-ാം വയസ്സ് 2-ാം മാസം 10-ാം തീയതി മുതൽ 601-ാം വയസ്സ് 2-ാം മാസം 27-ാം തീയതി വരെ നോഹ പെട്ടകത്തിനകത്തായിരുന്നു. ലോകപ്രകാരം നോക്കിയാൽ ഭാവി അടഞ്ഞു എന്ന് തോന്നുന്ന സാഹചര്യം, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാത്ത സാഹചര്യം. ഈ സമയത്താണ് ദൈവം നോഹയെ ഓർത്തത്. ഇപ്പോൾ വെള്ളം ആകാശത്തോളം പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും നോഹയെ തൊടുവാൻ പോലും ന്യായവിധിയുടെ പ്രളയത്തിന് കഴിയുന്നില്ല. കാരണം ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് വെള്ളം എത്ര ഉയർന്നാലും പെട്ടകം വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും. പെട്ടകത്തെ മുക്കുവാൻ ഒരു പ്രളയത്തിനും സാധിക്കുകയില്ല. പെട്ടകത്തെ തകർക്കുവാൻ ഒരു കാറ്റിനും സാധിക്കുകയില്ല. കാരണം ദൈവം ആ പ്രളയജലത്തിൽ ഒഴുകി നടക്കുന്ന പെട്ടകത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മെ വിളിച്ചിറക്കി പെരുവഴിയിലിട്ടേച്ചു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്, ലക്ഷ്യത്തിൽ എത്തിക്കുന്നവനാണവൻ. ഒരുപക്ഷെ നാം നേരിടുന്നത് നോഹയുടെ വെള്ളത്തെ ആയിരിക്കുകയില്ല. പ്രളയം മൂലം പ്രതികൂലങ്ങൾ നമുക്കെതിരെ ആഞ്ഞ് വീശിയാലും പ്രളയത്തെ കൺട്രോൾ ചെയ്തവനായ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെയും കൺട്രോൾ ചെയ്യുവാൻ ശക്തനാണ്. കാരണം അവൻ ജലപ്രളയത്തിന്മേൽ വെറുതെ ഇരിക്കുകയല്ല, പിന്നെയോ തൻ്റെ കൽപ്പന അനുസരിച്ച് ജീവരക്ഷയ്ക്കായി പെട്ടകമുണ്ടാക്കിയ നോഹയ്ക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുവാനാണ് അവൻ പെട്ടകത്തിന്മീതെ ഇരിക്കുന്നത്. ദൈവത്തെ മാനിക്കുകയോ അനുസരിക്കുകയോ പാപത്തെ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത ജനത്തിന് കഠിനമായ പല പാഠങ്ങൾ നോഹയുടെ ജലപ്രളയത്തിൽ കൂടി പഠിക്കുവാൻ കഴിഞ്ഞു. ദൈവം കർത്താവാണ് എന്ന് അവർക്ക് മനസ്സിലായി. ദൈവം ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ദൈവമാണ്. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. ഞാനാകുന്നു എന്ന് പറയുവാൻ കഴിയുന്നവനാണ് യഹോവയാ ദൈവം, അഥവാ കർത്താവായ യേശു ക്രിസ്തു. അവൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാണ്. ഇതെല്ലാം അന്നുണ്ടായിരുന്ന പാപികളായ മനുഷ്യർ മനസ്സിലാക്കി, എങ്കിലും അവർ ആരും രക്ഷപ്പെട്ടില്ല. ഇന്നും ദൈവത്തിനൊന്നേ പറയുവാനുള്ളൂ: ഇനി പാപം ചെയ്യരുത്. നമ്മുടെ ഹൃദയം കർത്താവിന് ഭരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ പൂർണ്ണമായി നമുക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. യേശു നമ്മെ കൺട്രോൾ ചെയ്താൽ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള തികവുള്ള വഴിയിൽ കൂടി മാത്രമേ അവൻ നമ്മെ നടത്തുകയുള്ളൂ. ഇന്ന് നാം നമ്മുടെ ഹൃദയം അവന് കൊടുത്ത് നമ്മെ ഭരിക്കുവാൻ അവനെ അനുവദിച്ചാൽ നമ്മുടെ മരണശേഷം നമുക്ക് അവൻ്റെ രാജ്യത്തിലെ പ്രജകളാകാം. ഇന്ന് നാം തന്നെ നമുക്ക് ഭരണകർത്താക്കളായാൽ നമുക്ക് ബോധിച്ച വഴിയിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ. നിത്യനാശത്തിൽ നാം വീഴുകയും ചെയ്യും. ആകയാൽ നീതിമാനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഹൃദയം സമർപ്പിക്കാം. എന്നിട്ട് നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിശ്ചയമായും യേശു നമ്മെ അവൻ്റെ തികവുള്ള വഴി പഠിപ്പിക്കും. ആകയാൽ നമുക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.